കോട്ടയത്ത് ട്രെയിൻ യാത്രികന് പാമ്പ് കടിയേറ്റു. ഗുരുവായൂർ മധുര പാസഞ്ചറിലാണ് യാത്രികനെ പാമ്പ് കടിച്ചത്. തെങ്കാശി സ്വദേശി കാർത്തിയെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ട്രെയിൻ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിർത്തി പരിശോധിക്കുകയാണ്. ഒരു സുബ്രഹ്മണ്യൻ കാർത്തിക് ഏജ് 21, സൺ ഓഫ് സുബ്രഹ്മണ്യൻ, തെങ്കാശി സ്വദേശി. അതായത് ആ ട്രെയിനിൻ്റെ 6-ാം നമ്പർ കോച്ചിൻ്റെ സെൻട്രൽ ഭാഗത്ത് ഒരു ഹോളുണ്ടായിരുന്നു. ആ ഹോളിനകത്തുനിന്ന് അദ്ദേഹം പറയുന്നത് പാമ്പ് കടിച്ചെന്നാണ് പറയുന്നത്. പുള്ളിയും കണ്ടില്ല, യാത്രക്കാരും കണ്ടില്ല. ഉടൻ തന്നെ ഏറ്റുമാനൂർ ട്രെയിൻ നിർത്തി അവിടെ നിന്ന് തന്നെ ആംബുലൻസ് വിളിച്ച് കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ചികിത്സയ്ക്കായി കൊണ്ടുപോയിട്ടുണ്ട്. ആ ട്രെയിനിൽ തന്നെ നമ്മുടെ കോട്ടയത്തെ ബീറ്റുകാർ ഇവിടെ നിന്ന് കോട്ടയത്ത് നിന്ന് കയറുന്നുണ്ടായിരുന്നു. കോട്ടയത്ത് വന്നപ്പോൾ ആ ബോഗിനകത്ത് കംപ്ലീറ്റ് യാത്രക്കാരെയും അവിടെ നിന്ന് മാറ്റി അടുത്ത കോച്ചിലേക്ക് മാറ്റിയിട്ട് ആ കോച്ച് കംപ്ലീറ്റ് ലോക്ക് ചെയ്തു. പോലീസ് കയറി പരിശോധിച്ചു. അതിന് ആ ഹോളിനകത്ത് നിന്ന് എന്തോ കയറിയത് പാമ്പാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ തന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി കാലിൽ കയറി അതിൻ്റെ ബ്ലഡ് എല്ലാം കളഞ്ഞു. ഇപ്പോൾ അങ്ങേർക്ക് കുഴപ്പമൊന്നുമില്ല, വിഷയമൊന്നുമില്ല, മറ്റു സീരിയസ് ഇഞ്ചുറിയോ കാര്യമൊന്നുമില്ല. കോച്ചിനകത്ത് യാത്രക്കാരെ കംപ്ലീറ്റ് മറ്റുള്ള കോച്ചുകളിലേക്ക് മാറ്റിയതിന് ശേഷം കോച്ച് ലോക്ക് ചെയ്തു. ആ കോച്ചിൽ ഇനി മധുര വരെ ആരെയും കയറ്റിയില്ല. മധുര കയറ്റിയിട്ട് അവിടെ ആടി പോയിട്ട് ആ കോച്ച് അഴിച്ച് മാറ്റി വിശദമായ പരിശോധനയ്ക്ക് റെയിൽവേയുടെ ടെക്നിക്കൽ വിഭാഗം കൊണ്ടുവന്നതാണ്. ഗുരുതരമല്ല. മെഡിക്കൽ കോളേജിൽ തന്നെ അന്നേരം തന്നെ 108 ആംബുലൻസ് അവിടെ നിന്ന് സ്റ്റേഷൻ മാനേജറെ കൊണ്ട് വിളിപ്പിച്ച് അന്നേരം തന്നെ ഏറ്റുമാനൂരിൽ നിന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരും. കാർത്തിക് പറഞ്ഞിരിക്കുന്നത് പാമ്പ് കടിച്ചെന്നാണ് പറയുന്നത്. ആ ഹോളിനകത്തുനിന്ന് ആ 6-ാം നമ്പർ കോച്ചിൻ്റെ സെൻട്രൽ ഭാഗത്തായിട്ട് അതിലൊരു ഹോളുണ്ട്. നമ്മൾ നോക്കിയപ്പോൾ ചെറിയൊരു ഹോൾ കാണുന്നുണ്ട്. അതിനകത്ത് വഴി കയറിയതായിരിക്കാം. കോട്ടയത്ത് നിന്ന് ജോസി ബാബു വിവരങ്ങൾ നൽകും. ജോസി, എപ്പോഴാണ് ട്രെയിൻ യാത്രികന് പാമ്പ് കടിയേറ്റത്? പാമ്പ് തന്നെയാണ് കടിച്ചത് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടോ? ദിവ്യ, ഇന്ന് രാവിലെ 9 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. ഗുരുവായൂർ മധുര പാസഞ്ചർ ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് തെങ്കാശി സ്വദേശിയായ കാർത്തിക് എന്ന ആളെ എന്തോ കടിച്ചതായി അദ്ദേഹം പരാതിപ്പെടുകയും പരിശോധിക്കുകയും ചെയ്തത്. പാമ്പ് തന്നെയാണ് കടിച്ചതെന്നാണ് കാർത്തിക് ഡോക്ടർമാരോടും പറഞ്ഞിരിക്കുന്നത്. കൂടാതെ യാത്രക്കാരിയായ മറ്റൊരു സ്ത്രീയും പാമ്പിനെ കണ്ടതായും അവകാശപ്പെടുന്നുണ്ട്. എന്തായാലും കാർത്തിക്കിനെ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ആംബുലൻസ് വിളിച്ചു വരുത്തി അവിടുന്ന് തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കാർത്തിക്കിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് പോലീസും ഡോക്ടർമാരും പറയുന്നത്. ഡോക്ടർമാരോടും കാർത്തിക് പറഞ്ഞത് പാമ്പ് ആണ് കടിച്ചതെന്നുള്ള സംശയമാണ് കാർത്തിക് പറയുന്നത്. എന്തായാലും പോലീസും അത്തരത്തിലുള്ളൊരു സംശയം മുൻനിർത്തി കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ പിടിച്ചിട്ട് 1 മണിക്കൂറോളം നേരം പരിശോധന നടത്തി. 6-ാം നമ്പർ ബോഗിയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ആ ബോഗിയിൽ നിന്ന് പൂർണ്ണമായും ആളുകളെ പുറത്തിറക്കി ആ ബോഗി പൂർണ്ണമായും ബന്ദോബസ്താക്കിയിട്ടുണ്ട്. ഇനി മധുരയിലെത്തി മധുരയിലെ ആടിൽ അത് ഒന്നുകൂടി പരിശോധിക്കും. ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാകുക, മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളാണോ സംഭവിച്ചത്, എന്താണ് അതിൻ്റെ ഉള്ളിൽ സംഭവിച്ചതെന്നുള്ള കാര്യം പരിശോധിക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ കോട്ടയം റെയിൽവേ SHOയുടെ പ്രതികരണമാണ് നമ്മൾ അല്പം മുമ്പ് കണ്ടത്. ഇദ്ദേഹം ഇരുന്ന സ്ഥലത്ത് ഒരു ദ്വാരമുണ്ടായിരുന്നു. ആ ദ്വാരത്തിൻ്റെ ഭാഗത്തു നിന്നാണ് കടിയേറ്റതെന്നാണ് അറിയാൻ കഴിയുന്നത്. പറവൂരിൽ നിന്നാണ് റിസർവേഷൻ ടിക്കറ്റിൽ ഈ കാർത്തിക് ട്രെയിനിൽ കയറിയത്. അങ്ങനെ ഈ ട്രെയിനിൽ കിടക്കുന്ന സമയത്ത് ഈ കിടക്കുന്ന ബർത്തിനിടയിൽ നിന്നാണ് ഈ പാമ്പ് കടി ഉണ്ടായതെന്നുള്ള സംശയമാണ് ഇപ്പോൾ ഉള്ളത്. ഇക്കാര്യത്തിൽ പൂർണ്ണമായ ഒരു സ്ഥിരീകരണം ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും ഇനി ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ദിവ്യ. കോട്ടയത്ത് വെച്ചാണ് ഗുരുവായൂർ മധുര പാസഞ്ചറിൽ തെങ്കാശി സ്വദേശിയായ ട്രെയിൻ യാത്രികന് പാമ്പ് കടിയേറ്റത്. പാമ്പ് തന്നെയാണ് കടിച്ചത് എന്നാണ് പാമ്പ് കടിയേറ്റ കാർത്തിക് പറയുന്നത്. പക്ഷേ ഇനിയും അതിൽ സ്ഥിരീകരണം വരേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ആശുപത്രിയിൽ അദ്ദേഹത്തെ പ്രവേശിച്ചിട്ടുണ്ട്. ഡോക്ടർമാർ പരിശോധിച്ചു വരികയാണ്. ജോസി ബാബുവാണ് വിശദാംശങ്ങൾ നൽകിയത്.